ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ചിക്കൻ ഫസ്റ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.25 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കൂടുതലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ചില്ലി പൗഡർ യൂസ് ചെയ്താൽ തന്നെ നല്ല കളറ് നമുക്ക് ചിക്കന് കിട്ടിക്കോളും. കൂടെ തന്നെ ഇതിലേക്ക് ക്യുമീൻ പൗഡർ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കാം. മൈദയാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത്. മൈദ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മുഴുവനായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ലോങ് ടൈപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ റൈസ് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ബ്ലാക്ക് കാർഡമം അതുപോലെ തന്നെ 6 ഗ്രീൻ കാർഡമം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് കാർഡമം ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്കൊരു 6 കരയാമ്പൂ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഷാജീര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷാജീര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ റൈസിന്. ഇതിലേക്ക് ഇനി 2 കറുകപ്പട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 എരിവുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 കപ്പ് റൈസാണല്ലോ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ 6 കപ്പ് തിളച്ച വെള്ളമുണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കുക. ഫുള്ളായിട്ട് ലോയിലേക്കാക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 13 to 15 മിനിറ്റ് റൈസ് കുക്കാവാനുള്ള ടൈം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 13 to 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൈസ് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ആ ടൈമിനുള്ളിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 2 സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ സവാള ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള അപ്പോൾ ഞാൻ 2 തവണയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബിരിയാണി റെസിപ്പിയിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓണിയൻ ഫ്രൈ ചെയ്യുന്ന കാര്യമൊക്കെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതലായിട്ട് പറയാത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടെ തന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് കളറൊക്കെ ആവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി നല്ല ഫ്രൈ ആയിട്ട് വരും. അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. ഈ ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഈ ടൈമിൽ തന്നെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യാതെ തന്നെ ചിക്കൻ നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ പാനിൽ തന്നെയാണ് ഗ്രേവിയോടെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സവാള ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഈ ഓയിലിലേക്ക് നമുക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, സവാള പെട്ടെന്നൊന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ടൊമാറ്റോ ഒന്ന് അടിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്തൊക്കെ വരട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചെടുത്ത തക്കാളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 പിടി മല്ലി പുതിന ഇല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ സവാളയുടെ മധുരമൊക്കെ ഉണ്ടാവും. അപ്പം നോക്കിയിട്ട് നിങ്ങൾ 1/2 to 3/4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം. ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനിനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഗ്രേവിയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് ഞാൻ ആവിയായിട്ട് എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാൻ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ടാണ് ഞാൻ ഈ ചിക്കനുള്ള ഈ പഴയ പാൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മുകളിലായിട്ട് മഞ്ഞൾപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തെടുത്താണ് ഇതോടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ നമ്മുടെ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ മുന്തിരി, കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള റൈസ് കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, മുന്തിരി, കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മൂടി വെക്കാം. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ആവിയേറ്റി എടുക്കാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാൻ തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.